അങ്ങനെ 13-ാം നമ്പറിന്റെ പേര് ദോഷം മന്ത്രി KM ഷാജി മാറ്റിയിരിക്കുക. അദ്ദേഹം ചോദിച്ചു വാങ്ങിയെന്നാണ് ഇപ്പം പറയുന്നത്. കാരണം അതെ. അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ നമ്പർ 9 9 അദ്ദേഹം രമേശ് ചെന്നിത്തലയ്ക്ക് അത് വിട്ടുകൊടുത്തു. കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഇങ്ങോട്ട് എടുത്തു. അദ്ദേഹം ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്ന രണ്ട് സംഗതികളായിരുന്നു. ഒന്ന് മൻമോഹൻ ബംഗ്ലാവും, മറ്റൊന്ന് 13-ാം നമ്പർ. ഈ രണ്ട് നമ്പറിൻ്റെയും കാര്യത്തിൽ UDF സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. UDF സർക്കാരിലെ മന്ത്രിമാർ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു ചോദ്യം. ഇടതുപക്ഷ ഹാൻഡിലുകളൊക്കെ കഴിഞ്ഞ ദിവസം പലപ്പോഴായി ഈ സോഷ്യൽ മീഡിയയിൽ കളിയാക്കുമായിരുന്നത്. ഇപ്പം ഈ UDFിലുള്ളവരെല്ലാം ഭയങ്കര വിശ്വാസികളാണ്, അന്ധവിശ്വാസികൾ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും ഈ നമ്പർ എടുക്കില്ല, മൻമോഹൻ ബംഗ്ലാവ് ആരെടുക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ സധൈര്യം എടുത്ത ചരിത്രമാണുള്ളത്, ഇവരെന്തെടുക്കുന്നത് കാണാമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഈ 13-ാം നമ്പർ എടുത്തതിനെ ചൊല്ലി ഷാജി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെ, പുള്ളി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ദുർനിമിത്തങ്ങളെല്ലാം സംഭവിച്ചു, അപശകുനങ്ങളെല്ലാം കഴിഞ്ഞു, 2 തവണ തോറ്റു, ഇനി ഞാൻ അനുഭവിക്കാനൊന്നും. വീട്ടിൽ കൊണ്ട് റെയ്ഡ് നടത്തി, മറ്റേ പൈസ എന്തോ എടുക്കുകയൊക്കെ ചെയ്ത് ഇൻകം ടാക്സ് അങ്ങനെ റെയ്ഡ് നടത്തിയില്ല. അതെ, റെയ്ഡ് നടത്തിയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ 2 തവണ തോറ്റു. അതെ, 2 തവണ തോറ്റു. പിന്നെ അദ്ദേഹത്തിന്റെ വിവാദ പ്രസംഗം ഉണ്ടായി. അങ്ങനെ കിട്ടാവുന്നതിന്റെ പരമാവധി എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്കൊന്നും വരാനൊന്നുമില്ല. ഇതുപോലെ 13-ാം നമ്പർ എടുത്തിട്ടല്ല എനിക്ക് കട്ടാലം മുഴുവൻ വന്നത്. അതെ, അതാണ് ഈ 13-ാം നമ്പർ കൊണ്ട് എനിക്ക് അപശകുനം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അപ്പം അതിനു മുമ്പ് 13-ാം നമ്പർ എടുക്കുന്നതിന് മുമ്പുള്ള അപശകുനമൊക്കെ ഏതായിരുന്നു എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതെ, എന്താണെങ്കിലും ഇദ്ദേഹം KM ഷാജി വളരെ ധൈര്യപൂർവ്വമാണ് മുന്നോട്ട് വന്നത്. അതൊരു വിശ്വാസിയാണ്. വിശ്വാസം അന്ധവിശ്വാസം രണ്ടാണ്. ഒരാൾക്ക് വിശ്വാസിയായിരിക്കും, അന്ധവിശ്വാസിയായിരിക്കും. അന്ധവിശ്വാസികൾ അപകടകാരികളാണ്. വിശ്വാസി എന്നുള്ള നിലയിൽ അദ്ദേഹം എൻ്റെ ദൈവം കാത്തോളൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുകയായിരിക്കും. അവർ വിശ്വാസം സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കേണ്ടത്. ഈ അന്ധവിശ്വാസവും വിശ്വാസവും ഈ യുക്തിവാദികൾ ഒരു നിർവചനം കൊടുക്കും. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം രണ്ടും അന്ധമാണ്. അതിന് പ്രത്യേകിച്ച് അന്ധവിശ്വാസം എന്ന് പറയേണ്ട, വിശ്വാസം എന്നത് അന്ധമാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാത്തിനെയും അങ്ങ് വിശ്വസിക്കുകയാണ്. അത് കണ്ണു അടച്ചാണല്ലോ വിശ്വസിക്കുക. നമ്മൾ പകുതി വിശ്വസിക്കത്തില്ല, മൊത്തം ഒന്നീ കണ്ണു അടച്ച് ഉള്ള വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം എന്ന് പറയേണ്ട കാര്യമില്ല, വിശ്വാസി എന്ന് മാത്രം പറഞ്ഞാൽ മതി. വിശ്വാസം അത് അന്ധമാണ് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. അതിന് അവരൊരു ഉദാഹരണം പറയുന്നു. ഒരു അമേരിക്കയിലുള്ള ഒരു പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു കോട്ടാണ്. നമ്മളിപ്പോൾ ഒരാൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ നമ്മൾ ആ മുറിയിലേക്ക് കടന്നു വരുന്ന ആളോട് അത് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്, ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മളതേ കയറത്തുള്ളൂ, തൊട്ട് നോക്കും, എന്നിട്ട് നമ്മളത് വിശ്വസിക്കും. എന്നാൽ ഈ ആകാശത്തിൻ്റെ മുകളിൽ ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണു അടച്ച് വിശ്വസിക്കും. അതാണ് ഏറ്റവും ഈ യുക്തിവാദികൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ നമുക്ക് സ്പർശിച്ചറിയാവുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിനെ വിശ്വാസമില്ല, നമ്മൾ അതേ തൊട്ട് നോക്കിയേ അറിയത്തുള്ളൂ. എനിക്ക് പലപ്പോഴും വന്നിട്ടുള്ള കാര്യം, ഞാൻ ഒരു വിശ്വാസി മാത്രമാണ്, കടുത്ത വിശ്വാസിയല്ല, പ്രൊഫഷണൽ ഭക്തനല്ല. എങ്കിൽ പോലും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും ദുരിതമൊക്കെ വരുമ്പോൾ ദൈവമേ ഒന്ന് നോക്കിക്കൊള്ളേ എന്ന് അറിയാതെ നമ്മൾ പറയും. അപ്പം നമുക്കൊരു വിശ്വാസമാണ്, ശരി ദൈവത്തിനെ നമ്മൾ വിളിച്ചു, ദൈവം നമ്മൾ രക്ഷിക്കുമായിരിക്കും എന്നൊരു ചിന്ത വരും. അങ്ങനെ ഞാൻ ആലോചിക്കാറുള്ളത്. നമ്മളിത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിപ്പെട്ടവർ ആണല്ലോ. അവരുടെ അത്രയും വലിയ അന്ധവിശ്വാസികൾ വേറെയില്ല. പിന്നെ നമുക്കെല്ലാം അറിയാം, ഈ 13 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകും. ഈ ചില ഹോട്ടലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടങ്ങളിൽ ഈ 1, 2, 3 ആയിരിക്കും റൂം നമ്പർ 100 തൊട്ട് തുടങ്ങും. 100 തൊട്ട് താഴെ തലയിൽ 100 ആയിരിക്കും, 2-ാം തലയിൽ 200 ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാളൊക്കെ പറഞ്ഞത് ഇത് മാറ്റാൻ വേണ്ടിയാണ് പോലും. കാരണം ഈ 13 വേണ്ട, 13 അല്ലെങ്കിൽ 12 കഴിഞ്ഞ് 14 എന്ന് വയ്ക്കുന്ന ഒരു അഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 തുടങ്ങിയാൽ മതി, 113 കുഴപ്പമില്ല. ഫ്ലാറ്റുകളിലും അതെ, അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിൽ ചെന്ന് നോക്ക്, നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ 101 എന്നേ തുടങ്ങത്തുള്ളൂ. ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ താമസിക്കുന്ന നമ്പർ 300-ന് മേളിലാണ്. അങ്ങനെ. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പം നമുക്കറിയാം, മന്ത്രിമാരായിരുന്നപ്പോൾ ഈ 13-ാം നമ്പർ ഉപയോഗിച്ചത് ഒന്ന് തോമസ് ഐസക്കും മറ്റൊന്ന് MA ബേബിയുമായിരുന്നു. MA ബേബിയും പിന്നെ P പ്രസാദ്. ഏറ്റവും അവസാനമായിട്ട് ഉപയോഗിച്ചത് V പ്രസാദാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റ അമ്പിയപ്പോഴും എല്ലാ CPM ഇടതുമുന്നണിയും തോറ്റ് തുന്നം പാടിയിട്ടും വലിയ ഭൂരിപക്ഷത്തിലാണ് P പ്രസാദ് ജയിച്ചത്. അല്ല, അതാണ് കാര്യം. ഒരു മനുഷ്യൻ്റെ കർമ്മം ഇതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. P പ്രസാദ് വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിപ്പോയെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളല്ല. അദ്ദേഹം വളരെ സൗമ്യനും സ്വാത്വികനുമായ പരിസ്ഥിതി പ്രേമിയൊക്കെയായ ഈ പ്രളയ സർക്കാർ ഒരു പച്ച മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് അതായത് ജാതി നമുക്കൊക്കെ അറിയാവുന്ന അടുത്ത സുഹൃത്തുക്കളെ, അതായത് CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പത്തനംതിട്ടയിൽ. ആ സമയത്തും പിന്നീട് ഈ വിവിധ പരിസ്ഥിതി സമരങ്ങളിലും ഒക്കെ നമുക്ക് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം വിശ്വാസി എന്നല്ല, അദ്ദേഹം
ഒരു മതത്തെയും നിഷേധിക്കുന്നത്. നോമ്പ് കാലത്ത് നോമ്പെടുക്കുന്ന ആളാണ്. ആളാണ്. ഓ, റംസാൻ നോമ്പ് കാലത്ത് നോമ്പെടുക്കുന്ന ആൾ. ആ സമയത്ത് അദ്ദേഹം ചെരുപ്പിടത്തില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പോഴും പുള്ളിയെ ശ്രദ്ധിച്ചിട്ടുണ്ട്, റബ്ബർ ചെരുപ്പ് ഇട്ടുകൊണ്ടേ പുള്ളി വരത്തുള്ളൂ. അതേപോലെ പുള്ളി വടി പോലത്തെ ഷർട്ടൊന്നും അല്ല, സാധാരണ അലസമായിട്ടുള്ള ഷർട്ടും മുണ്ടും ഈ റബ്ബർ ചെരുപ്പും ഒക്കെ ഇട്ട് സൈക്കിളും ചവിട്ടി നടക്കുന്ന ഒരാളാണ്. ഇപ്പൊ അതിന് പകരം സൈക്കിൾ ചവിട്ടി നമ്മുടെ ചാണ്ടി ഉമ്മ നടക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മ ഷോ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണെങ്കിലും നമ്മൾ 13-ലേക്ക് വന്നാൽ പിന്നെ ഉള്ളത് MA ബേബിയാണ്. MA ബേബിയെ ഇത് അപശകുനമായി കാണാൻ പറഞ്ഞ കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ പുള്ളി തോറ്റുപോയി. പിന്നെ പുള്ളിക്ക് സീറ്റ് കിട്ടിയില്ല. 2 തെരഞ്ഞെടുപ്പിൽ തോറ്റതാണ്. അതെ. അപ്പം അതുകൊണ്ട് പിന്നെ കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ MA ബേബി ആരാണ്? പിണറായി വിജയന് താഴെ ആണെങ്കിൽ പോലും ദേശീയ തലത്തിൽ CPM-ന്റെ തത്വത്തിൽ പിണറായി വിജയന്റെ മുകളിലാണ് എങ്കിലും യാഥാർത്ഥ്യത്തിൽ പിണറായി വിജയന്റെ താഴെയാണ്. അങ്ങനെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പാർട്ടി സംബന്ധമായിട്ടോ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ സംബന്ധമായിട്ടോ ഒന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. ദുരന്തങ്ങളും ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഇദ്ദേഹമാണ് തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സീറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ്. സീറ്റ് കൊടുക്കാതിരിക്കാൻ കാരണം 13-ം നമ്പരല്ല, പിണറായി വിജയന്റെ ദുർവാശിയാണ്. അല്ല, ഇത്തവണയും കൊടുക്കത്തില്ല. കാരണം ഇവരെയൊക്കെ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് വന്നതല്ല. അദ്ദേഹത്തോട് അവിടെ നോക്കുക, നിങ്ങൾ അവിടെ മത്സരിക്കുക എന്ന് പറഞ്ഞു. കാരണം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ UDF-ന്റെ ബാലികറാമലാണ്. അല്ല, ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് അപകർഷതാ ബോധമുള്ള ഒരാളാണ് ഉള്ളിൽ. അതാണ് ഇത് ഈ കാണിക്കുന്ന പരിപാടികളെ പലരുടെയും പിന്നിലുള്ളതെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി എന്താണ്, ചില പ്രധാനപ്പെട്ട ഉന്നതതല മീറ്റിങ്ങുകളിലും മറ്റും തോമസ് ഐസക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ സംസാരിച്ച് എന്തെങ്കിലും അദ്ദേഹം ഒരു സാങ്കേതിക വിഷയം മതി എന്ന് പറയുന്നു, നിർത്തിപ്പിക്കും. അത് ഇങ്ങനത്തെ ജനറലൈസ് ചെയ്തിട്ടുള്ള സംസാരം വേണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ പ്രൊഫസർ രവീന്ദ്രനാഥ്, അദ്ദേഹം മന്ത്രിയുടെ സമയത്ത് അത് നല്ല പേരുള്ള ആളാണല്ലോ, കോളേജ് ദേവാലയം. അദ്ദേഹം നല്ല ധാരണ എല്ലാ വിഷയങ്ങളെക്കുറിച്ച്. അദ്ദേഹത്തിന് ഇതേപടി ഇദ്ദേഹം അടിച്ചിരുത്തുമായിരുന്നു എന്നാണ്. എൻ്റെ മുകളിൽ ആരും പോകണ്ട, ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ളത്. അപ്പോൾ അത് ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 13 എന്ന് പറയുന്നത് അതൊരു അക്കം മാത്രമാണ്. നമ്മൾ പ്രായത്തെക്കുറിച്ച് പറയില്ല, പ്രായം ഒരു അക്കം മാത്രമല്ല. അപ്പോൾ എന്തായാലും ഈ 13-ാം നമ്പറിൽ വന്ന തോമസ് ഐസക്കിന് അടുത്ത തവണ സീറ്റ് കൊടുത്തില്ല പിണറായി വിജയൻ. അതിനുശേഷം അദ്ദേഹത്തെ കാണിക്കുന്നത് ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അദ്ദേഹം അവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തോക്കുന്നു. അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇത്തവണ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണ ഭരണം ഇവർക്ക് നിലനിർത്തായിരുന്നു. സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലെയുള്ള ആൾക്കാരെ ഇറക്കണമായിരുന്നു. അത് സമ്മതിക്കാൻ പറ്റില്ല. അവരെ ഇറക്കിക്കൊണ്ട് പിണറായി വിജയൻ മാറി നീക്കണമായിരുന്നു. എങ്കിൽ ഈ തുടർഭരണം ഇവിടെ ഉറപ്പായിട്ടും വന്നേനെയും പിണറായിക്ക് വീണ്ടും വേണേ മുഖ്യമന്ത്രിയായി പോകാമായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാട്ടായിരുന്നാൽ മാത്രം മതിയായിരുന്നു. അതുകൊണ്ടാണ് അത് പോയത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഏതായാലും 13-ന്റെ കാര്യത്തിൽ തീരുമാനമായതോടെ ഇനിയും ഇടതുപക്ഷം ഈ വലിയ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് പതുക്കെ പൊങ്ങി വരുന്നുള്ളൂ. പൊങ്ങി വരുന്നതിനിടയ്ക്ക് വീണ്ടും തലക്കടി കിട്ടി താഴെ പൊക്കോണ്ടിരിക്കുക. അദ്ദേഹം KM ഷാജിനെ പറയുന്നത് 13 ഒരു പാവൻ നമ്പരല്ലേ എന്നാണ്. അതെ, അതൊരു പാവൻ നമ്പറാണ്. ആർക്കും വേണ്ടാത്ത നമ്പർ എന്താ, ആർക്കും വേണ്ടാത്ത മനുഷ്യൻ നമ്മൾ പറയാം. അതുപോലെയാണ് ഇതൊരു പാശ്ചാത്യ വിശ്വാസമാണ്. നമ്മുടെ നാട്ടിലെ വിശ്വാസം, ഇന്ത്യൻ വിശ്വാസമല്ല 13. ഇന്ത്യൻ വിശ്വാസമേ അല്ല 13. 13 പാശ്ചാത്യ വിശ്വാസമാണ്. അവിടെ ആരോ ഈ 13-നെ ഭീകരനാക്കി ചിത്രീകരിച്ച് കൊണ്ടുവന്നതാണ്. അത് പിന്നീട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിനുശേഷവും ഒക്കെ ഇന്ത്യയിൽ ഇത് പിന്നെ ഈ വേറൊരു കാര്യമുണ്ട്. ഈ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. ആ പുസ്തകങ്ങളിലൂടെയാണ് ഈ സംഭവം സത്യത്തിൽ ഇന്ത്യയിൽ ഇത് വ്യാപിച്ചത്. പിന്നെ അവരുടെ ഒരു ശീലമായി പലരും 13-നെ പേടിയോടെ കാണാൻ തുടങ്ങി. പാവം 13 ഇപ്പം കുഴപ്പമൊന്നുമില്ല. അതുപോലെ കാറിന്റെ നമ്പർ, സാധാരണ കാറിന്റെ നമ്പർ ഉണ്ടല്ലോ, അതും 13 വരായിരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ശ്രമിക്കാറുണ്ട്. ഇത് ദുരന്തമായി പോകല്ലേ, ദുരിതമായി പോകുന്നത്. എന്താണെങ്കിലും 13-ന്റെ പേര് ദോഷം മന്ത്രി KM ഷാജി മാറ്റി. മൻമോഹൻ ബംഗ്ലാവ് ആരും കയറത്തില്ല എന്ന് പറഞ്ഞിടത്ത് OJ ജനീഷ് എന്ന് പറയുന്ന യുവരക്തം തന്നെ കടന്നു കയറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പേരെ പ്രത്യേകിച്ച് പ്രശ്നം. അദ്ദേഹത്തിന് വകുപ്പും കൂടെ കിട്ടി, സ്പോർട്സും കൂടെ കിട്ടിയെന്ന് തോന്നുന്നു. അത് യുവജന കാര്യമായിരുന്നു, സ്പോർട്സും കൂടെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് തോന്നുന്നു. അത് നല്ല കാര്യമാണ്. അപ്പോൾ അത്രയും വന്നു. ഏതായാലും മെസ്സിയെ കൊണ്ടുവരുമെന്നൊന്നും പറയാതിരുന്നാൽ മതി. മെസ്സിയെ കാണാനും ഇല്ല, മെസ്സിയെ കൊണ്ടുവരുന്ന പറഞ്ഞ ആശാന്മാരെ കാണാനില്ല. അന്ന് അതിനുവേണ്ടി മത്സരിച്ച അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മുൻ മന്ത്രി തോപ്പിയിടുകയും ചെയ്തു അല്ലേ? അതെ. അപ്പോൾ എന്താണെങ്കിലും ശരി, 13 മൻമോഹൻ ബംഗ്ലാവും UDF സമർത്ഥമായി കൈകാര്യം ചെയ്തിരിക്കുന്നു. അതോടുകൂടി ട്രോളിനുള്ള ഒരു മാർഗം കൂടി ഈ LDF-ന്റെയും CPM-ന്റെയും ഭാഗത്ത് നിന്ന് തീർന്നിരിക്കും.